ഓ പഠിക്കുന്നില്ലേ മാഷേ? പഠിക്കണം മക്കളെ. ഇനി നീ വളർന്നു വരുമ്പോ എന്താവണം എന്താ? വലുതാവുമ്പോ ഞാൻ കൂടെ എല്ലായിടത്തും വരും. ഓ അങ്ങനെ എന്റെ കൂടെ എല്ലായിടത്തും വന്ന് 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 ഇപ്പൊ ഒരുത്തി ഏത് വഴിക്ക് പോണെന്ന് പോലും അറിഞ്ഞൂടാ. ആര് എവിടെ പോയെന്ന്? ഒന്നുമില്ലടേ. ഒരു കാര്യം ചെയ്യാം, മക്കള് ചെല്ല്, ചേട്ടന് കുറച്ച് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് കളിക്കാം, ചേച്ചിയെ വിളിക്കാം. ഓ നമുക്ക് നോക്കാം, മക്കള് ചെല്ല്. എന്നാ പറ്റിക്കല്ലേ? പറ്റിക്കൂല, നമുക്ക് കളിക്കാൻ പോരെ? ആ മതി. ആ ശരി ചെല്ല്. ഇവിടെ കിടക്കുവായിരുന്നോ? ഞാനൊരു രീതിക്കാണ് അമ്മയുടെ കണ്ണു പിടിച്ചിങ് വന്നേ. ഓ വാ വാ. എന്താണ് ഒരു എനർജി ഇല്ലാത്ത വിളി? വാന്ന്. നമ്മുടെ എനർജി ഒക്കെ പോയടേ. എടാ നീ ഇത് വിട്ടില്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. വാ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. അതൊക്കെ പറഞ്ഞേ. ഇടി അത് തന്നെടി എനിക്കും ഇഷ്ടം. ഒന്നാമത് എനിക്ക് നീന്ന് പറഞ്ഞാൽ അറിയാല്ല, എപ്പോഴും പറയുന്നത് എന്തിനാ? ഇടി ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, എൻ്റെ ഈ ചെറിയ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും ടെൻഷനും ദേഷ്യവും ഒന്നൊരു അവസ്ഥ ഒന്നും മോളെ വേറെ ഉണ്ടായിട്ടില്ല. ഈ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് നീയും ചെയ്തത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തിരി. അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കറക്റ്റ് തന്നെ, യാഥാർത്ഥത്തോടെ എടുക്കുമ്പോൾ എല്ലാവരും പച്ചയായ മനുഷ്യനാവും. ഡേ ഇവിടെ ഫിലോസഫി അടിക്കാണ്ട് ഞാൻ നാളെ അതുകൊണ്ട് പോയി പറഞ്ഞോളാം. ഇനി മേലെ എൻ്റെ പുറകെ നടക്കരുത്, എനിക്കൊന്നും താല്പര്യമില്ലാന്ന്. അപ്പൊ അവൻ നിന്റെ പുറകെ നടക്കൂ? നീ അവളിന്റെ പുറകെ നടക്കും. എന്തോ ഇങ്ങനെ? അപ്പൊ പിന്നെ ശരി, നീ ഏച്ചി പോവച്ചേ. എനിക്കിപ്പോ എന്റെ കാര്യം കളിക്കുന്നതിന്റെ ദേഷ്യം. എന്തുകൊണ്ടാണ് ഞാൻ പോകാൻ പറഞ്ഞു തുടങ്ങിയത്? എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നപ്പോഴത്തേക്ക്, എനിക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നീ എന്നെ കൈവിട്ടോണം കേട്ടോ. നിന്നെ ആര് കൈവിട്ടെന്നാടി പറഞ്ഞേ? പിന്നെ നീ ഇപ്പൊ എന്തോ പറഞ്ഞേ? ഇന്ന് നമ്മൾ സംസാരിച്ചാ ഉടക്കാം, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക. മിണ്ടായിരിക്കുമല്ലേ ഏച്ചി പോവാ? ഓ ശരി, ഞാൻ പൊക്കോളാം. നിനക്ക് സമാധാനം കിട്ടിട്ട് പോടി. ആ പോവാണ്. പോടി. സ്നേഹത്തോടെ സംസാരിച്ചിരുന്നവര് തമ്മിൽ വഴക്കായോ? നമ്മൾ തമ്മിൽ വഴക്കൊന്നും ആയില്ലമ്മ. അതിലേ കുറച്ച് വായിക്കോളും. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകില്ലമ്മ. അതൊന്നും പറയാൻ പറ്റില്ല. കാലം എന്തെല്ലാം ചെയ്യുമെന്ന് കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ. അമ്മ എന്തോന്നമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഓ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ എന്താ ഈ വയസ്സായാലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, അത് പോട്ടെ. നിങ്ങൾ എന്തിനെ കുറിച്ചാ കുറെ നേരം കൂടെ അവിടെ മാറിന്ന് ഇവിടെ മാറിന്നൊക്കെ സംസാരിക്കണ്ടല്ലോ? നമ്മളിങ്ങനെ പൊതുകാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. പൊതുകാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഈ സാമ്പത്തിക മാന്യം, KSRTC നഷ്ടം, ഇതൊക്കെ വരുമോ ചർച്ചയില്? അതൊക്കെ ചർച്ചയിലുണ്ട്. ആണാ? അപ്പൊ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല. അമ്മ എന്താ വിചാരിച്ചേ? ഞാൻ എന്ത് ഈ പ്രായ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചിന്തിച്ചത്. അതൊക്കെ പോഴേ, നമ്മളതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ചർച്ച നടക്കട്ടെ, സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ, അത് നടക്കട്ടെ. നമ്മളതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ വയസ്സന്മാര് നിങ്ങളുടെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. സംസാരിച്ചു. എടാ അമ്മ പോയപ്പോഴേ എനിക്ക് എന്തോ ഒരു ഫീലായി. നമുക്കൊന്നും ഇങ്ങോട്ട് പോയാലോ? നിനക്കങ്ങനെ തോന്നിയ സ്ഥിതിക്ക് നമുക്ക് നോക്കിയേക്കാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മ ഇത് രണ്ടുപേരും കൂടെ വന്നത് സംസാരമൊക്കെ കഴിഞ്ഞാ? അല്ലമ്മ നമ്മളങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് സംസാരമൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ വന്നത്? നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് വന്നാണോ? അത് കാര്യമായിട്ട് എടുക്കണ്ട, വിട്ടേക്കത്. അല്ലമ്മ അച്ഛൻ അങ്ങനെ പൊതുവേ പറയാറുണ്ട്, അതുകൊണ്ട് നമ്മൾ അച്ഛൻ പറയുന്ന വലുതായിട്ട് കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ അമ്മ അങ്ങനെ പറയാറില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇന്നത്തെ ദിവസം ശരിയല്ല കേട്ടാ ശിവ. എടാ ദിവസത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളാണ് ശരിയല്ലാത്തത്. ഓ കളിക്കണം മക്കളെ, കുറച്ച് കഴിഞ്ഞിട്ട്. പോടെ, രണ്ടുപേരും ഉള്ളപ്പം പോയി കളിക്കുക കുറച്ചു നേരം. അമ്മ വെയിലും താഴട്ടോ, എന്നിട്ട് പോയി കളിക്കാം. അത് ശരിയാ, അച്ഛൻ കുട്ടികളി കളിക്കാൻ എടുക്കാനാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കൊച്ചിനൊപ്പം പോയി കളിച്ചേനെ. അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ചോദിക്കാൻ വന്നതാണോ? ഡേ ശിവ, അമ്മ ചോദിച്ചു കേട്ടില്ല, പറ. ചോദിക്കാൻ വന്നമ്മ. എന്നാ അതാണോ? എന്നാ പിന്നെ പാറിനൊപ്പം പോയി കളിക്കേ, ചെല്ല്. കുറച്ച് കഴിയട്ടമ്മ. ഈ കൊച്ചു 24 മണിക്കൂറും കളി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്തോ ഇത്? ശിവ വഴക്ക് പറയല്ലേ, കൊച്ചിനൊപ്പം പോയി കളിക്കേ. അല്ലെ പാറു ചെല്ല്, അവര് വരും, മോള് പോയി കളിച്ചോ, ചെല്ല്. ചേച്ചിക്കൊന്നും കളിക്കാൻ സമയമില്ല. ചേച്ചി ചേട്ടനൊക്കെ വലിയ ആൾക്കാരെ, ഇപ്പൊ അവര് വലിയ വലിയ കാര്യങ്ങളാ ചർച്ച ചെയ്യണത്. കുട്ടി കളിക്കുന്നവർക്ക് സമയമില്ല, ഇപ്പൊ പ്രായമൊക്കെ കഴിഞ്ഞുപോയി. അത്ര വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനൊന്നുമില്ല. ഞാൻ കൊച്ചിന്റെ കൂടെ പോയി കളിച്ചോളാം.
നീ ഒരു കാര്യം ചെയ്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ അമ്മയടുത്ത് പറയാം. നീ വാ. ഏത് കാര്യം? നീ ഏത് കാര്യമാണ് ശിവ പറയുന്നേ? എന്നോട് ആരും കളിക്കാൻ വേണ്ട, ഞാൻ പോന്നു. മക്കളെ പാറു പോയല്ലേ, ചേട്ടൻ പറയാനല്ലേ? ചേട്ടൻ എങ്ങും പോകുന്നില്ല. മര്യാദയ്ക്ക് പറ. നീ അമ്മയോടൊപ്പം കളിക്ക്, ഞാൻ പോവാ. അമ്മയോടൊപ്പം കളിക്കാൻ? നീ അമ്മയോടൊപ്പം കളിക്കാൻ ഞാൻ പോവാന്നാ? എന്തോന്ന് ശിവ? ഇതൊന്ന് ഉരുണ്ട് കളിക്കണത്? സത്യം പറ. ഒരു കള്ളക്ഷണം ഉണ്ടല്ലോ നിനക്ക് രാവിലോട്ടെ. എന്തോന്നാ കാര്യം? ഒന്നുമില്ലമ്മ. ശിവ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് മേടിക്കും എന്റെ കയ്യിന്ന്. എന്താ കാര്യം? എന്താ കാര്യം? എന്ത് കാര്യം? എനിക്ക് അറിഞ്ഞൂടമ്മ, നമുക്ക് ഭയങ്കര മാറ്റം. എന്താന്ന് അമ്മ ഞാൻ പോവാണ്, ഞാൻ കൊച്ചിനൊപ്പം കളിക്കാൻ പോവാ. കേശു, ആമാ സത്യം പറയടാ. അമ്മ അറിഞ്ഞൂടമ്മ, അവക്ക് ഭയങ്കര മാറ്റം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തോ സംഭവം എന്ന് പറഞ്ഞൂടോ? അവളുടെ മാറ്റം കറക്റ്റ് ആയിട്ട് അറിയുന്നത് നിനക്ക് മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ നിനക്കറിയില്ല, പിന്നെ ആർക്കാണ് അറിയണത്? പറടാ. എന്തെങ്കിലും ഒപ്പിച്ചിട്ട് കേശു നല്ലത് മേടിക്കണേന്ന് പറടാ. അമ്മ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോട്ടാ. പോടാന്നാ. അമ്മ എന്താ? ഒന്നുമില്ല. അമ്മ പിന്നെ വന്നുള്ള രണ്ടെണ്ണം. നിങ്ങക്ക് രണ്ടുപേർക്ക് എന്തോന്ന് ഇത്? നേരത്തെ കിച്ചണിലും വന്ന് എന്തോ പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയ. ആരെയും പേടിക്കണത്? അമ്മ അമ്മയുടെ അവക്കൊരു കാര്യം പറയാനുണ്ട്. അവക്കാണ് പറയാനുള്ളതെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. ഇവൾ പിന്നെ എന്തിനാ ഈ പേടിക്കുന്നത്? നിനക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞങ്ങളോടല്ലേ പറയേണ്ടത്? പിന്നെ ആരോട് പറയാനാ? ഈ പേടിച്ചിരുന്നാ പറയാൻ പറ്റുമോ? നിനക്ക് പറയാൻ തോന്നിയില്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. പറ, എന്താ കാര്യം? അമ്മ അത് നിന്ന് കിണുങ്ങണ്ട. നീ രാവിലെ കിച്ചണിൽ വന്നില്ലേ? അന്നേരം ആബ്സെന്റ് മൈൻഡ് ആയിട്ട് നിന്നിട്ട് അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയില്ലേ? അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. പേടിക്കണ്ട, നിന്നോട് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് നിനക്ക് എന്നോട് പറയണം. അതിനാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടണത്. അത് പറ. ഈ പിള്ളേരുടെ മാറ്റം ഉണ്ടല്ലോ, അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ നിന്നെ പ്രസവിച്ചല്ലേ ഒന്നുമില്ലെങ്കിലും. എന്താ കാര്യം പറ. വേറൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ, അവനും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവനെന്നെ പ്രപ്പോസ് ചെയ്തമ്മ. അതിനാണ് ഈ ടെൻഷൻ അടിച്ചത്. ഇതൊക്കെ സർവ്വസാധാരണ കൊച്ചേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ദൈവൻ മാളവികയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത്. അയ്യോ അമ്മ, എന്റെ കാര്യം അങ്ങനല്ല. വി ആർ ജസ്റ്റ് കെയറിങ് ആൻഡ് ഷെയറിങ്. അവർ റിലേഷൻഷിപ്പ് ഈസ് ഡിവൈൻ. അച്ഛനെ പോലെ ഉരുളാതടാ. അത് വിട്. ഇതൊക്കെ പണ്ടേ ഉള്ളതാ, സർവ്വസാധാരണം. ഇതിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ വഴിക്ക് അങ്ങ് വിടുക. വലുതായിട്ടും കാണാൻ നിൽക്കണ്ട, ചെറുതായിട്ടും കാണാൻ നിൽക്കണ്ട. നിനക്കൊക്കെ ഇപ്പൊ എന്താ വലുത്? പഠിപ്പ്. ഇപ്പൊ പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നോക്ക്. ഇപ്പൊ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് കയറി നിൽക്കല്ലേ? അപ്പൊ അതിൽ ശ്രദ്ധിക്ക്, സ്ട്രോങ് ആയിട്ട് നിൽക്ക്. അപ്പൊ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഓക്കെയാ. അടിപൊളി അല്ലേടാ ബാലുവിന്റെ മോനെ? പിന്നെ അല്ല. ഞാനുണ്ട്. ഞാനും ഉണ്ടോ? വാ. ഇവിടെ എന്താ സംഭവം? ഇവിടെ ശിവതാണ്ഡവം.